ഹലോ ഗൈസ്, നമ്മളിന്ന് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല അതിന് ആക്ച്വലി ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തിക്കറി, ലൈക്ക് ചാളക്കറി. അപ്പോൾ ചാളക്കറിയുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തുന്ന ഫസ്റ്റ് സ്റ്റേജായ മീൻ വെട്ടലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരാ വെട്ടുന്നതെന്ന് വെച്ചാൽ താരമാണ് ഗായ്സ് ഇന്ന് മീൻ വെട്ടുന്നത്. ചാള നല്ല പിടയ്ക്കുന്ന ചാളയും ചാളയുടെ മുട്ടയും. എന്ത് പറയുന്നു കാവ്യ? ചെറുക്കും കറിയുന്നു എന്ത് പറ്റി? അപ്പൊ നീ വെട്ടി ആയതുകൊണ്ട് മത്തി എങ്ങനെയുണ്ട് കാവ്യ? അതിന് മത്തിയല്ല, അത് നമുക്ക് പുതിയ 2 ഗസ്റ്റ് ഉണ്ട് ഗൈസ്. അല്ലേ, ആരൊക്കെയായിരുന്നു? എന്റെ കൂടെ പിറന്ന സഹോദരൻ, എന്റെ ചേച്ചിന്റെ അവളുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ അവളെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? വിളിച്ചേ, നീ വിളിക്കേ. കൗസി ഒന്ന് വരാവോ? അവളുടെ പേര് കൗസല്യ എന്നാ, ഞങ്ങൾ കൗസി എന്ന് വിളിക്കും എല്ലാവരും. വരാവേ, അവളെ മുടിയൊക്കെ കെട്ടുക അല്ലേ? മത്തി കണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് കൗസല്യ. എന്താ എന്റെ ചേച്ചിയാണ് കാണിച്ചത്. അതെ അതെ, എന്റെ ചേച്ചിയാണ്. പക്ഷെ കണ്ടാനിക്ക് പോലും. അതെ, ജിത്തു ഉണ്ടായിരുന്നു. അവൻ ഉറങ്ങുക അല്ലേ? ഇതേ കാല് മാത്രം കാണാം. കണ്ടോ ഗൈസ്? കൗസി, പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്? കൗസി ഒരു ഫാഷൻ ഡിസൈനറാണ് ഗൈസ്. ഞാൻ ഫാഷൻ ഡിസൈനറാണ്, ഒരു ആക്ടറും കൂടിയാണ്. ഫ്രിഡ്ജിനകത്ത് ആപ്പിൾ വെച്ചിട്ട് ആപ്പിൾ ഇങ്ങനെ കഴിക്കാമെന്ന് ട്യൂട്ടോറിയൽ ചെയ്യുന്ന കാണാം. വീഡിയോ കിട്ടിയാൽ അതും ഇതിലിടാം, ഇല്ലെങ്കിൽ ഇടത്തില്ല. ഹലോ ഗായ്സ്. അല്ല, എങ്ങനെയായിരുന്നു അത്? ഹായ്, അത് ഞങ്ങൾ ഇതിന് താഴെ ഇടാം ഗൈസ്. ഓക്കെ. അതെ, അപ്പം ഞങ്ങളിതിപ്പോൾ ഈ മീനൊന്ന് വെട്ടി തീർത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇവർക്ക് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ കിട്ടും ഗൈസ്. ജിത്തു വരുന്നുണ്ട് ഗൈസ്. ജിത്തു മുഖം മറിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ജിത്തു. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇത് നോക്കി, കയ്യൊക്കെ ഇട്ട് നിൽക്കും സ്കൂൾ കുട്ടീനെ പോലെ. ജിത്തു, അതെ ജിത്തു പോയി ഗൈസ്, പണിയെ പോയി. ആണോ? ആദം, ഹലോ, ഹായ്. ഞാൻ ബിസിയാണ് ഗൈസ്. ഹലോ. ബാ ഒഴിഞ്ഞു കൊടുക്ക. അവിടെ എന്താണ് ഗൈസ്? ആൾക്ക് ഛർദ്ദില്. എന്ത് പറ്റി? അറിയത്തില്ല, ആള് ഭക്ഷണം കഴിക്കാൻ ഛർദ്ദില്. ഓക്കെ, വെട്ടല് കണ്ടോ ഗൈസ്? നമ്മുടെ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു, ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഗൈസ് മുട്ട കിട്ടിയത്, മീനിൻ്റെ മുട്ട അല്ലേ? കൊള്ളാം, ആഫ്റ്റർ ലോങ് ടൈം കിട്ടുന്നതാണ് ഗൈസ്. ഇതിന് എന്താ വിലയാ മീനിനൊക്കെ ഗൈസ്. അങ്ങനെ നമ്മുടെ മേഡം കിച്ചണിലായിട്ട് കയറിയിരിക്കുക ഗൈസ്. ചോറ് വെച്ചിട്ടുണ്ട്, തക്കാളി, സവോള അടിയിലുണ്ട്. ഓക്കെ, തക്കാളി, സവോള അത് ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്.
ഏതാ മുത്തശ്ശൻ? വർഗീസ് അങ്കമാലി. ഓക്കെ. ഈ മദ്യം ഇത് പോയി 2 അടിക്കണം ഗൈസ്. എവറിഡേ ഗോൾഡ്. വെളുത്തുള്ളി, ഇഞ്ചി. സെയിം അന്ന് വെച്ച അതേ സാധനം തന്നെയല്ലേ? അന്ന് വെച്ച അതേപോലത്തെ ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ? ആണോ? ഓക്കെ ഗുഡ്. അപ്പോൾ മറ്റേ സാധനമാണോ വയ്ക്കുന്നത്? നാടൻ മറ്റേ പുളിയാണോ ഇടുന്നത്? വളംപുളിയാണോ ഇടുന്നത്? ഇത്രയും മതി. ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ പുളി കുടംപുളി പുളി കുറഞ്ഞെങ്കിൽ ഈ പുളി മാറ്റിയിട്ട് മറ്റേ പുളി ഒഴിച്ചു. ഓക്കെ ഓക്കെ. തൽക്കാലം ഇപ്പൊ വെള്ളത്തിൽ ഇട്ടോക്കാം. ശരി. ഇപ്പഴേ ഇട്ടോക്കാം. നമ്മള് അന്ന് നമ്മള് കുറെ നേരമായി. കൊച്ചിന് ഓക്കെ വെള്ളം. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ മേടിച്ച പിസയാണ്. പിസയുടെ ബോക്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കമ്മി ആയിരിക്കുന്നു. ഒരു സെറ്റ് കാണാനില്ലല്ലോ അല്ലേ? അത് നമ്മൾ എന്തിനും എടുത്തു തോന്നുന്നു. ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മത്തിയല്ല, കൊഴുവ അച്ചാറും. കൊഴുവ മീൻ അച്ചാറും. നിങ്ങളുടെ നാട്ടിൽ എന്താ കൊഴുവയ്ക്ക് പറയാന്ന്? എന്താ പറയാ? ആക്ച്വലി മത്തി എന്നല്ലേ പറഞ്ഞേ? മത്തിയല്ല. മത്തി എന്നാണ് വിചാരിച്ചത്, പക്ഷെ മത്തിയല്ല, കൊഴുവയാണ്. എന്റെ വീട്ടിൽ നിന്ന് അമ്മയിട്ട് തന്നത്. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഇല്ല, ഞാനിത് ഇത് അടിക്കുമ്പോൾ ടച്ചിങ്സ് ഇല്ല, അത് വേണ്ട. ഇത് കഷ്ണം. ഒരു മിനിറ്റ്. ഇനി ഇതിനകത്ത് ഇട്ടേക്ക്. കുറച്ച് വാരി ഇതിനകത്ത് ഇട്ടേക്ക്. എണ്ണയില്ലാതെ അതിനകത്ത് വാരിയിട്ടേക്ക്. ഇത് മറ്റേ കുഞ്ഞ കൊഴുവയല്ലേ നമ്മളന്ന് മേടിച്ചത്? അല്ല, അത് കൊഴുവ പൊടിഞ്ഞു പോകും. വലിയ കൊഴുവയാ, വറക്കുമ്പോ പൊടിയും. ഇതെങ്ങനെ ടേസ്റ്റ് കൊള്ളാം. ഞാനും തിന്നില്ല. കൊള്ളാം. അല്ല, എൻ്റെ വീട്ടിൽ നിന്ന് കട്ട്ലേറ്റ് കൊണ്ടുവന്നായിരുന്നു, മീൻ കട്ട്ലേറ്റ്. അടുത്ത ദിവസം നമുക്ക് മീൻ കട്ട്ലേറ്റ് റെസിപ്പി ഇടാം. നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടോ മീൻ കട്ട്ലേറ്റ്? ഞാൻ മീൻ കട്ട്ലേറ്റിന്റെ റെസിപ്പി ഇടാം അടുത്ത ദിവസം. നല്ല ടേസ്റ്റാ. സാധാരണ നോർമൽ കട്ട്ലേറ്റിനെക്കാട്ടും കുറച്ചുകൂടി മീൻ പിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കണം. അതോ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എപ്പോൾ മീൻ മേടിച്ച് എപ്പോൾ പിടിച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാ. കൊള്ളാം. അയ്യോ ശരി കണ്ട ഉണ്ടാ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കാണാം. ഇല്ല, സെറ്റാക്കി നോക്കട്ടെ. നിങ്ങൾ സെറ്റാക്ക്. ഇപ്പോൾ താടി ഇരുന്നിട്ടാണ് കാവ്യ പച്ചക്കറി കട്ട് ചെയ്യാൻ പോകുന്നത്. സാറിവിടെ ഇൻട്രോ അടിക്കുക. സാറ് എന്താ പറയുക, ഇൻട്രോവേർട്ടാണ് അല്ലേ? ഇൻട്രോവേർട്ട്. നാളെ പോവാ, മറ്റന്നാ ദുബായി പോവാ. അത് നോക്കിയേ, സൗദി പോവാ. ഓക്കെ, അപ്പം ഞങ്ങൾ പിന്നെ വരാൻ എന്തായി കാവ്യ? ഒരു സന്ദർഭത്തിൽ എനിക്ക് പുറത്ത് കട വരെ പോകേണ്ടി വന്നേ. കാവ്യ എന്തായി? ഓക്കെ. പിന്നെ
പിന്നെ കാര്യം എനിക്ക് എൻ്റെ ചേട്ടായി വരുന്നുണ്ട്. അപ്പോൾ മൂപ്പരൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകേണ്ടതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവർ കറി കാര്യങ്ങളൊക്കെ വെക്കട്ടെ, ഇത് വന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ. കാവ്യ ഞാൻ പോയിട്ട് വരാം കേട്ടോ. കേട്ടോ, സുജേട്ടനെ വിളിച്ചിട്ട് എനിക്ക് ലൊക്കേഷൻ ഇട്ടുന്നുണ്ട്, പോയിട്ട് ഞാൻ ഒന്ന് ബുക്ക് ചെയ്തിട്ടെ. അപ്പോൾ ശരി ഗൈസ്, ഞാനുണ്ടാവില്ല, ഇവർ കറിയൊക്കെ വെക്കുവാണ്. അപ്പോൾ ഞാൻ പോവുക, മഴയുണ്ട് അതുകൊണ്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ഉമ്മ കൊടുത്തേര്, അവിടെ 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 ഉമ്മ കൊടുക്ക. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നീ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് ഇവിടെ പിക്കൊക്കെ ചെയ്തിട്ട് വന്നു. ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ മീൻകറി കാര്യങ്ങളൊക്കെ റെഡിയായി. ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, ഈ കട്ട്ലേറ്റ് ഫിഷ് കട്ട്ലേറ്റ് പൊരിക്കാൻ പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. കിടക്കൊന്നുമില്ല, കഥയൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം ഇരിക്കും, അതേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രമേ ഉള്ളൂ. ബൈ ബൈ ബൈ.